ലോകത്തിലെ കോടാനുകോടി മനുഷ്യരിൽ ആരും തന്നെ ഒരുപോലെയല്ല ഇരിക്കുന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായ മുഖവും കണ്ണുകളും ആണുള്ളത്. എന്തിനേറെ, ഉള്ളം കരത്തിലെ കൈരേഖകൾ പോലും കോടാനുകോടി മനുഷ്യരിലും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണല്ലോ സകലയിടങ്ങളിലും കണ്ണും വിരലടയാളങ്ങളും ഐഡൻറ്റിറ്റിയായി തിരഞ്ഞെടുക്കുന്നത്. ഈ ലോകത്തിലെ ഓരോ മനുഷ്യരുടെയും പേർ നമ്മുടെ ദൈവത്തിനറിയാം. വചനം പറയുന്നത് കർത്താവ് എല്ലാവരുടെയും പേർ തൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. നാം നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. 139 സങ്കീർത്തനം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് നാശത്തിനുള്ള പദ്ധതിയല്ല, മറിച്ച് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ജന്മനായി കുരുടനായി പിറന്നവനെക്കുറിച്ച് പോലും ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ദൈവനാമം മഹത്വപ്പെടണം എന്നായിരുന്നു ആ പദ്ധതി. ലോകാധിപതിയായ സാത്താൻ ദൈവീകമായ പദ്ധതികൾ തകർക്കപ്പെടുവാൻ എപ്പോഴും ഉത്സാഹിക്കുന്നു. ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് പിതാവായ ദൈവം തന്നെക്കുറിച്ച് നിശ്ചയിച്ചിരിക്കുന്ന രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ചും ക്രൂശ് മരണത്തെക്കുറിച്ചും സംസാരിച്ചു. അപ്പോൾ പത്രോസ് കർത്താവിനെ വിലക്കിക്കൊണ്ട് പറഞ്ഞു, അരുതേ, നിനക്കത് സംഭവിക്കരുതേ. ഉടനെ യേശു പത്രോസിനെ വിളിച്ചത് ഓ സാത്താനെ എന്നാണ്. കാരണം സാത്താനാണ് പത്രോസിൽ കൂടി ഈ വാക്കുകൾ പ്രസ്താവിക്കുവാൻ പ്രേരിപ്പിച്ചത്. പിതാവായ ദൈവത്തിൻ്റെ യേശുവിൽ കൂടിയുള്ള രക്ഷാകരമായ പദ്ധതിയെ തകർക്കുവാൻ ശ്രമിച്ചത്. ജീവിതത്തിൽ പല വഴിയിൽ കൂടിയും സാത്താൻ ദൈവിക പദ്ധതിയെ തകർക്കുവാൻ തന്ത്രങ്ങൾ മെനയും. സാത്താൻ്റെ തന്ത്രങ്ങളെ ദൈവകൃപയാൽ നാം തിരിച്ചറിയണം. സാത്താൻ യേശുവിനെ പോലും പരീക്ഷിച്ചവനാണ്. അവനെ നമസ്കരിച്ചാൽ ലോകം മുഴുവനും തരാമെന്ന് പറഞ്ഞതാണ്. തന്ത്രങ്ങളിൽ കൂടി കർത്താവിൻ്റെ ക്രൂശ് മരണവും അതിൽ കൂടിയുള്ള മാനവ രക്ഷയും തടയുവാൻ സാത്താൻ കിണഞ്ഞു പരിശ്രമിച്ചു. എന്നാൽ വചനമെന്ന വാളിനാൽ സാത്താനെ യേശു തോൽപ്പിച്ചു. അബ്രഹാമിന് മുൻപ് തേരഹ് കനാൻ നാട്ടിലേക്ക് അബ്രഹാമിനെയും ലോത്തിനെയും മരുമകളായ സാറയെയും കൂട്ടി യാത്ര പുറപ്പെട്ടവനാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്നു, അവിടെ പാർത്തു. തേരഹിൻ്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. ഉൽപ്പത്തി 11:31-32 വചനങ്ങൾ. കനാൻ നാട് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടവനായ തേരഹ് ഹാരാനിൽ പാർത്തു. അതിനാൽ കനാൻ സ്വന്തമാക്കുവാൻ പറ്റിയില്ല. എന്നാൽ അബ്രഹാം ദൈവവിളി സ്വീകരിച്ച് ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു, അവൻ്റെ പേർ വലുതാക്കി. നാം നമ്മുടെ ലക്ഷ്യം മറന്ന് ഓടരുതേ. ദൈവം നമ്മെ വിളിക്കുന്നത് സ്വർഗീയ കനാനിലേക്കാണ്. എന്നാൽ ആ വഴി തെറ്റിക്കാൻ സാത്താൻ കെണിയൊരുക്കും. അതിൽ നാം വീണു പോകരുത്. ഭൗതിക സുഖങ്ങൾ ആത്മീയതയിൽ നിന്നും നമ്മെ അകറ്റും. ലോകത്തിൽ സന്തോഷിക്കുവാൻ ദൈവമക്കൾക്ക് അവകാശമുണ്ട്. എന്നാൽ സന്തോഷിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ ദൈവഹിതപ്രകാരമാണോ എന്ന് ആത്മശോധന ചെയ്യണമെന്ന് മാത്രം.
സ്വർഗീയ കനാൻ ദൈവം തൻ്റെ മക്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ ഭൂമിയിൽ നമുക്ക് ദുഃഖമുണ്ട്, വേദനയുണ്ട്, കഷ്ടപ്പാടുണ്ട്. എന്നാൽ ഇവയുടെയൊക്കെയും നടുവിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണത്? നമ്മുടെ ലക്ഷ്യം സ്വർഗീയ കനാനാണ്. നമ്മുടെ ലക്ഷ്യം. ക്ഷീണിച്ചു പോകരുത്. ഈ ലോകജീവിതം വേഗത്തിൽ തീരും. നമ്മെ നിത്യമായ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു നഗരം ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, അതെ, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. വെളിപ്പാട് പുസ്തകം 21:2-5 വരെയുള്ള വേദഭാഗങ്ങൾ. മരണവും ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇല്ലാത്ത ഈ നിത്യനഗരത്തിനായി വീണുപോകാതെ ദൈവിക വേല തികച്ച് നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com